മാന്യ സ്നേഹിതർക്ക് വന്ദനം. മലയാള സിനിമയിലെ കരുത്തരായ അഭിനേതാക്കളിൽ ഒരാളായിരുന്നു ഈ അടുത്ത ഇടയിൽ മരണപ്പെട്ട ശ്രീ സലീം കുമാർ. ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ മിടുക്കനായ ഒരു നടൻ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനേകം മിടുക്കന്മാർക്ക് കൈവശമാക്കാൻ കഴിയാത്ത അവാർഡൊക്കെ മേടിച്ച ഒരു നടനാണ് സലീം കുമാർ. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്. 56 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ അവസ്ഥയോളം എത്തുമ്പോൾ ഈ അടുത്ത ഇടയിൽ മരണപ്പെട്ട 2 പ്രധാനപ്പെട്ട ആൾക്കാരെ എടുത്തു പറയാമാകുന്നത് ശ്രീ ശ്രീനിവാസനും അതുപോലെ തന്നെ സലീം കുമാറുമാണ്. രണ്ടുപേരും മരണത്തോടടുക്കുമ്പോൾ അവരുടെ ശാരീരിക അവസ്ഥയിൽ വളരെയധികം പരാജയപ്പെട്ടവരാണ്. രോഗങ്ങളായും പ്രയാസങ്ങളായും ഒക്കെ ശാരീരിക അവസ്ഥയിൽ വളരെയധികം പ്രതിസന്ധി നേരിട്ടിട്ടാണ് രണ്ടാൾക്കാരും മരണപ്പെടുന്നത്. അവിടെയാണ് എനിക്ക് പ്രധാനമായി എടുത്തു പറയാനുള്ളത്. അവരുടെ മരണം സ്വാഭാവികമല്ല, അസ്വാഭാവിക മരണമാണ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഒന്നാമത്തെ പ്രശ്നം അതിന്റെ പ്രായം തന്നെയാണ്. ഇവിടെ നമുക്കറിയാം സലീം കുമാർ മരിക്കുന്നത് 56 വയസ്സിലാണ്. നല്ല പ്രായത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. 80 കഴിഞ്ഞിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ നമുക്കത് അസ്വാഭാവിക മരണം എന്ന് പറയേണ്ടതില്ല. അതൊരു സ്വാഭാവിക മരണമാണ്. ശരീരത്തിന്റെ ജീനുകൾക്ക് പ്രയാസം സംഭവിച്ച് അല്ലെങ്കിൽ ക്ഷീണം സംഭവിച്ച് മരണപ്പെടുന്നതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ 56 വയസ്സൊന്നും നമുക്ക് അങ്ങനെ സ്വാഭാവിക മരണമായി കണക്കൂട്ടാൻ കഴിയില്ല. എന്റെ ചിന്തയിൽ ഈ രണ്ടാൾക്കാരെയും, അടുത്തടുത്ത് മരിച്ച ശ്രീനിവാസനെയും സലീം കുമാറിനെയും മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അവരുടെ ജീവിത ശൈലി തന്നെയാണ്. കഴിവിൽ രണ്ടുപേരെയും നമുക്ക് പിറകോട്ട് നിർത്താൻ കഴിയില്ല. സലീം ആയാലും നല്ലൊരു അഭിനേതാവായിരുന്നു, നല്ലൊരു കഥ എഴുതുന്ന ആളായിരുന്നു, പിന്നെ നിർമ്മാതാവ് എന്തൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദേശീയ അവാർഡ് മേടിച്ചയാള് എന്ന് പറഞ്ഞാൽ അത്രയധികം കഴിവുള്ള ആളാണ്. സലീമിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസനും അങ്ങനെ തന്നെയാണ്. ശരീരം കൊണ്ട് ഒരു സിനിമയ്ക്ക് ശരിക്കും സ്യൂട്ടായ വ്യക്തിത്വങ്ങളല്ല എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്നൊരു അപ്പിയറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്രയധികം റിസ്ക് എടുത്താണ് അവർ ആ സിനിമാ ഫീൽഡിലേക്ക് ചെന്നെത്തുന്നത്. അവരുദ്ദേശിച്ച ഫീൽഡിലേക്ക് ചെന്നെത്തുകയും അതിൽ ദേശീയ അവാർഡൊക്കെ മേടിച്ച് വിരമിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. ഓർക്കണം, ദേശീയ അവാർഡൊക്കെ കിട്ടിയ ആള് ഇനി എത്ര അധികം സിനിമകൾക്ക് മുഖം കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ എത്ര അധികം മികവുകൾ അദ്ദേഹത്തിന്റെ അകത്തുള്ളത് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് അല്ലെങ്കിൽ ഇച്ചിരി സമയമെടുത്ത് ഏറ്റവും ഉന്നതിയിലെത്തുകയും സമയം ഒട്ടുമെടുക്കാതെ കൊള്ളിയാൻ പോലെ അണഞ്ഞു പോവുകയും ചെയ്തു. ഇത് എന്താണ് ഇതിന്റെ പുറകിലെ കാരണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ കുറെ അധികം ഇന്റർവ്യൂസ് കേട്ടു. അതിലൊക്കെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി മനസ്സിലാക്കാൻ കഴിയും. നല്ല കുടുംബത്തെ നോക്കാൻ കഴിയുന്ന, ഭാര്യ ഭർത്തൃ ബന്ധം സൂക്ഷിക്കാൻ തൽപരനായ, ഏകഭാര്യ വ്രതം എടുത്തു പറയാൻ താല്പര്യം കാണിക്കുന്ന, അതിനകത്തെ എത്തിക്സ് ഒക്കെ വളരെ അധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള, അപ്പം തന്നെ കൂടെയുള്ള കൊളീഗ്സിനോട് വളരെയധികം സ്നേഹവും ബഹുമാനവുമുള്ള, അതൊക്കെ വളരെ വലിയ വലിയ ക്വാളിറ്റീസാണ്. അത്തരത്തിലൊരു മനുഷ്യൻ നേരത്തെ മരണപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വേദനാജനകമായ കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ 2 മേഖലകളാണ് പ്രധാനമായും ശ്രദ്ധിച്ചത്. ഒന്ന് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഫീൽഡ്, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീൽഡ്. ഈ 2 ഭാഗത്ത് അദ്ദേഹത്തിന് കൃത്യമായ ഫെയില്യൂർ സംഭവിച്ചു. ഒന്ന് ചിലപ്പോൾ എന്റെ കേൾവിക്കാർക്ക് വലിയ പ്രശ്നം കാണില്ല. അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഫീൽഡ്. അദ്ദേഹം പറയുന്നു, ഞാൻ 18-ലധികം പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുണ്ട്. ഭഗവാന്മാർ, ഭഗവതിമാർ, ഇവർക്കൊന്നും നമ്മുടെ കാശൊന്നും കൊണ്ട് ആവശ്യമില്ല, ഇതെല്ലാം പറ്റിക്കലാണ്, അങ്ങനെ ആരും ഇല്ല എന്നും ഇതെല്ലാം ആൾക്കാരുടെ സൃഷ്ടിയാണ് എന്നുമുള്ള ഏറെക്കുറെ ഒരു നിരീശ്വരവാദത്തിന്റെ കോർട്ട്യാർഡിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയത്, അദ്ദേഹം ഏതോ ഒരു മേഖല മാത്രമേ നോക്കിയിട്ടുള്ളൂ, മറ്റൊരുവിടെയും നോക്കിയിട്ടില്ല. ആത്മീയതയെക്കുറിച്ച് പിന്നൊന്നും ചിന്തിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. പിന്നെ അദ്ദേഹം അതൊക്കെ ഒന്ന് നിസ്സാരമായി കണക്കാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടുണ്ടായ
ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയിരിക്കാം, മരണാനന്തരമേ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് കേൾവിക്കാരായ, കണ്ടുകൊണ്ടിരിക്കുന്നവരായ, കുറച്ചുകൂടി മാറി പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരായ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് ശരീരത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമേ സലീമിനല്ല ആർക്കും അത് മനസ്സിലാവും. അപ്പോൾ നേരത്തെ അതിന്റെ ക്രമീകരണം ഉണ്ടാക്കുന്നത് നല്ലത്, ഇല്ലെങ്കിൽ സാരമില്ല. പക്ഷെ ശരീരത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ നിക്കോദീമോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വർത്തമാനം പറയാൻ ചെല്ലുന്നു. അപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ അയാളോട് പറയുന്നു, അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ യേശുക്രിസ്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിനക്ക് എങ്ങനെ മനസ്സിലാകും? അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി നമുക്ക് സലീമിന്റെ ഭൂമിയിലുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്ന് വെച്ചാൽ സലീമിന്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ച്. സലീം വളരെ ക്രെഡിറ്റോട് കൂടി പറഞ്ഞൊരു കാര്യമാണ്: 15-ാം വയസ്സിലാണ് ഞാൻ പുകവലി ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 54-ാമത്തെ വയസ്സിലാണ്. ഇത് ഒരു നല്ല കാര്യമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ച് കേട്ടത്. അത് കളയേണ്ടി വന്നതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് പുള്ളി 54-ാം വയസ്സിൽ പറയുകയും ചെയ്യുന്നു. ഇത് അവസാനിപ്പിക്കുവാൻ ഭാര്യയും മക്കളും പറഞ്ഞവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനി കേൾക്കില്ലെന്ന് തിരിച്ചറിഞ്ഞവർ അവസാനിപ്പിച്ചു എന്ന്. ഡോക്ടേഴ്സ് പറഞ്ഞത് കൊണ്ടാണ്, നിവർത്തികേട് കൊണ്ടാണ് ഞാനത് അവസാനിപ്പിച്ചിരിക്കുന്നതെന്നും ഇപ്പോഴും ആ മാറ്റിവെച്ചിരിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്നും സലീം പറയുമ്പോൾ സലീമിന്റെ ശരീരത്തെക്കുറിച്ച് സലീം ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. നമ്മൾ ഒരു കാര്യം അറിയണം: ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ നമുക്ക് ആരോഗ്യകരമായ ഒരു ശരീരം കൂടിയത്. എന്തൊക്കെ കഴിവുണ്ടെങ്കിലും, എന്തൊക്കെ മികവുണ്ടെങ്കിലും, എന്തൊക്കെ സമ്പത്തുണ്ടെങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ശരീരം കൂടിയത്. അത് ശ്രദ്ധിക്കാതെ പോയതാണ് സലീമിന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഇതിനെ ഒരു കണക്കിന് പറഞ്ഞാൽ സലീം തന്നെ ശ്രദ്ധിക്കാതെ, സലീം തന്നെ തന്റെ ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ട് മരണത്തിലേക്കും നടന്നെടുക്കുകയായിരുന്നു. അത് തന്നെയായിരുന്നു ശ്രീനിവാസന്റെയും ഗതി. എന്ന് വരികിൽ ഇത് ആത്മഹത്യയായിരുന്നു എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. ഇത് അമിതാഹാരമായാലും അങ്ങനെ തന്നെ കേട്ടോ. ശരീരത്തെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള അമിതാഹാരവും ഒരു ആത്മഹത്യ തന്നെയാണ്. ലഹരി ഉപയോഗവും ശരീരത്തെ നശിപ്പിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ, നമുക്കറിയാം കേരള ഗവൺമെന്റിന്റെയൊക്കെ കൃത്യമായ ഇടപെടലുകൾ കാരണം സിഗരറ്റിന്റെ പാക്കറ്റിൽ സ്റ്റേറ്റ്യൂട്ടറി വാർണിംഗ് ആയിട്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുക മാത്രമല്ല, ശരിക്കും അത് ക്യാൻസർ ബാധിച്ചിരിക്കുന്നതിന്റെ ഫോട്ടോ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഇത്യാദി ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ആ കവർ നിസ്സാരമായി വലിച്ചു കീറിക്കളഞ്ഞിട്ട് അതിനകത്തിരിക്കുന്ന ക്യാൻസർ നൽകുന്ന അല്ലെങ്കിൽ ശരീരത്തിന് അനാരോഗ്യം നൽകുന്ന സാധനങ്ങളെ ഉപയോഗിക്കാൻ മനുഷ്യർ കാണിക്കുന്ന വ്യഗ്രത ഒരു ആത്മഹത്യയായിട്ടേ നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇതിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണമെന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ മിടുക്കന്മാരായ 2 അഭിനേതാക്കൾ, ശ്രീനിവാസനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 2026-ലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ 2005-ലും 2006-ലും ഒക്കെ 20 years ബാക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞ ഒരു പ്രതിഭാശാലിയാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ഷേക്സ്പിയർ ഒക്കെ എഴുതിയിരുന്ന നാടകങ്ങൾ പോലെ സമൂഹത്തിൽ ഒരുപാട് ചലനം വരുത്താൻ കഴിയുന്ന മികവുള്ള ദീർഘകാഴ്ചകൾ, വീക്ഷണങ്ങൾ ഉള്ളവരായിരുന്നു. അവകൾ സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് സംശയം വേണ്ട. അത്തരത്തിലൊരു വ്യക്തിയുടെ നഷ്ടം എന്ന് പറയുന്നത് സമൂഹത്തിനൊരു നഷ്ടം തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ ശരീരത്തെ വലിയ കാര്യമായി നോക്കാതെ ശരീരത്തിന്റെ ഉല്ലാസം കാര്യമായി നോക്കി 54-ാം വയസ്സിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നിൽക്കാൻ കഴിയാതെ 56-ാം വയസ്സിൽ മടങ്ങിപ്പോകേണ്ടി വരിക ഖേദകരമായ കാര്യം. അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമാണ് ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മഞ്ഞപ്പിത്തം വന്നു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോവുക. അതും ഒരു പരിധി വരെ അപകടം തന്നെയാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്. രക്തം ഛർദ്ദിച്ചിട്ട് പോലും ഒരു മെഡിക്കൽ ഡോക്ടറുടെ അടുക്കലേക്ക് പോകാതെ അദ്ദേഹം വൈദ്യന്റെ അടുക്കലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ഒന്ന്, മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ
മഞ്ഞപ്പിത്തം കൊണ്ടുണ്ടാകുന്ന ലിവർ ഡാമേജിനെ പിന്നെയും മരണത്തിലേക്ക് ട്രിഗർ ചെയ്യത്തക്ക തരത്തിൽ അതിന്റെ പുറകിൽ പുകവലിയും മദ്യപാനവും പിന്നെയും ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അത് വൈദ്യന്മാരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ലിവർ ട്രാൻസ്പ്ലാന്റേഷന് അതിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല. ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്ന മരുന്നുകളുടെ ഉപയോഗം കൊണ്ടായിരിക്കാം അത് കിഡ്നിയെ ബാധിച്ചു. കിഡ്നിയുടെ ഭാഗത്ത് സലീമിന് മുട്ടുമടക്കേണ്ടതായി വന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പരമപ്രധാനമായ കാര്യം. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഡോക്ടറുടെ സഹായം തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് ഹെൽത്തിന്റെ വെൽനസ് ക്ലബുകൾ തന്നെയുണ്ട്. വളരെ കൃത്യമായി ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പഠിപ്പിക്കുന്ന, അതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ, ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇവർക്കൊക്കെ അതിന് കാശ് ചിലവഴിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജീവ് നായരുടെ ഒരു വീഡിയോ ആണ് ശ്രദ്ധിച്ചത്. അതിനകത്ത് പുള്ളി പറയുകയാണ് ശരീരത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ടെസ്റ്റിങ്, അടുത്ത അതിന്റെ ബാക്കി ഡെവലപ്മെന്റ്സ്, പിന്നീടത്തെ ആഹാര നിയന്ത്രണം, എക്സസൈസ്, ഇതിനെ കുറിച്ചൊക്കെ പുള്ളി ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവതാരിക ഒരു ചോദ്യം ചോദിച്ചു, ഇത് 100% വിജയമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ക്ലയന്റ് എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ശരീരത്തിന്റെ നിങ്ങളുടെ അവസ്ഥ, അടുത്ത വർഷങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ രോഗം വരാനുള്ള സാധ്യതയുണ്ട്, അതിനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായി അവർ പഠനം നടത്തിയിട്ട്, നമ്മുടെ ജീനുകളിൽ നിന്നാണ് ഒരു പഠനം നടത്തുന്നത്, അതോ DNA നിന്നോ അങ്ങനെ കണ്ടാണ് അവർ പറഞ്ഞ് പഠനം നടത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായ കൗൺസിലിംഗ് ഈ ക്ലയൻസിന് കൊടുക്കുമ്പോൾ ആ ക്ലയൻസ് അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതർവൈസ് ഇതുകൊണ്ടൊരു ഉപയോഗവുമില്ല. അപ്പൊ കൃത്യമായി നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ജോലി, ആ ഉത്തരവാദിത്വം ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ us. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അപ്പോൾ ഇവിടെ സലീമിന്റെ കാര്യത്തിൽ രണ്ടു ഭാഗത്താണ് ഞാൻ പരാജയം കണ്ടത്. ഒന്ന്, ഇൻ എ സ്പിരിച്വൽ റെലം അവിടെ സലീം തീർത്ഥം ശ്രദ്ധിക്കുന്നില്ല. കാരണം 18 പ്രാവശ്യം മല കയറിയിട്ടൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇതിൽ കാര്യമില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സാധ്യതയ്ക്കുമെങ്കിലും പുള്ളി തയ്യാറായില്ല. അതിനു മുമ്പ് പുള്ളി സിനിമാ ലോകത്ത് തിരക്കായി പോയി. രണ്ടാമത്തത് ചെയിൻ സ്മോക്കിംഗ്, അത് പുള്ളി ഒരു അലങ്കാരമായി കൊണ്ട് നടന്നു. ഒരിക്കൽ പുള്ളി കട്ടതയെല്ലാം അനുഭവിച്ച്, എന്ന് പറഞ്ഞാൽ താൻ എടുക്കുന്ന കഠിനാധ്വാനം കൊണ്ട് ഉന്നതിയിലെത്തുമെന്നും അതിനുശേഷം തനിക്ക് കുറെ ദൂരം ഓടുവാനുണ്ട്, മൈസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ പിന്നീട് ഉറക്കത്തിന് മുമ്പ് കുറെ ഓടുവാനുണ്ട് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ, അമ്മാതിരി ഒരു ഓട്ടത്തിന് തനിക്ക് ഏറ്റവും വേണ്ടുന്ന വീക്കിളായിരുന്നു തന്റെ ശരീരം എന്ന തിരിച്ചറിവ് തനിക്കുണ്ടായിരുന്നു എങ്കിൽ താൻ ഇത്ര നേരത്തെ തന്റെ വാഹനം നഷ്ടപ്പെട്ട് മടങ്ങേണ്ടി വരുമായിരുന്നില്ല. അവിടെയാണ് ഇതിന്റെ ദുരന്തം. ശ്രീനിവാസനും അങ്ങനെ തന്നെ. അവരെല്ലാം കഷ്ടപ്പെട്ട് ഒന്നിന്റെ ഉന്നതിയിലെത്തുകയാണ്. എന്നിട്ട് സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യാനാവാതെ, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുള്ള സംഭാവനകൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയാതെ അവരുടെ ശരീരം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ വാഹനം നഷ്ടപ്പെട്ട് അവർ പരാജയപ്പെടുകയാണ്. അതിൽ മമ്മൂട്ടിക്ക് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 80 ക്രോസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മമ്മൂട്ടി നല്ലൊരു അഭിനേതാവ് മാത്രമാണ്. മറ്റുതര മേഖലകളിൽ സമൂഹത്തെ പ്രത്യേകിച്ച് വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും മമ്മൂട്ടിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശ്രീനിവാസൻ അത് കഴിഞ്ഞിട്ടുണ്ട്, സലീമിനും അത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മമ്മൂട്ടി വെറും ഒരു അഭിനേതാവ്. മോഹൻലാലിനും പറയത്തക്ക നിലയിലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ രണ്ട് രാഷ്ട്രീയക്കാരിൽ കാണുന്ന ഒരു പ്രത്യേകത, അവരുടെ രാഷ്ട്രീയം അവർ കൃത്യമായി പറയും. അതൊരു വലിയ കാര്യമാണ്. സലീമിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യം, സലീം ജനിച്ചു വളർന്ന നാട് തന്നെയാണല്ലോ എറണാകുളം. അവിടെ തന്നെ പരവൂർ, അവിടെ തന്നെ സലീം ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്നു. കോൺഗ്രസ് പരാജയപ്പെട്ട് കിടന്ന 10 കൊല്ലവും അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഉച്ചത്തിൽ പറയാനും, അന്നത്തെ സാമ്രാട്ടാണെന്ന് വേണമെങ്കിൽ വിളിക്കാമായിരുന്ന പിണറായിയെ മുഖാമുഖം നോക്കി വിമർശിക്കാൻ മടി കാണിക്കാതെ പോയ ഒരു മിടുക്കനായിരുന്നു സലീം എന്ന് പറയുന്നതിന് സംശയം വേണ്ട. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത്, അദ്ദേഹം കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം MLA
അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അയാൾക്ക് കണ്ണടയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. സതീശനെ കാണുവാൻ കഴിഞ്ഞു എന്നുള്ളത് അതിനൊരു കുറച്ചുകൂടി ക്വാളിറ്റി വർദ്ധിക്കുന്നത് തന്റെ സ്വന്തം MLA കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് കണ്ടിട്ട് കോൺഗ്രസുകാരനായ സലീമിന് കണ്ണടയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സുഹൃതമായി ഞാൻ മനസ്സിലാക്കുന്നു. പിണറായിയുടെ കാലത്ത് അദ്ദേഹം കണ്ണടച്ചിരുന്നുവെങ്കിൽ ഇത്രയും കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പതാക മൂടി യാത്രയാവുക എന്നുള്ളത്. ശരിക്കും നമ്മുടെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ മേടിച്ച് പതാകയും മൂടി വിജയിച്ചു തന്നെയാണ് അദ്ദേഹം സമൂഹത്തിന്റെ നിലയിൽ പോയതെങ്കിലും അദ്ദേഹത്തിന് 56 വയസ്സിൽ വിടവാങ്ങേണ്ടി വന്നത് ശ്രദ്ധയില്ലായ്മയാണ്. ഈ ശ്രദ്ധയില്ലായ്മ നമുക്കുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും. വിജയിക്കാൻ നമ്മൾ എല്ലാവരും എഫർട്ട് എടുക്കുന്നുണ്ട്. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഉന്നതിയിലെത്താൻ നമ്മളൊക്കെ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞ് ഇരിക്കേണ്ട നാൾ ഇരിക്കാൻ വേണ്ടി ശരീരത്തെ സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം പിണയും. അതിനുദാഹരണമാണ് സലീമും ശ്രീനിവാസനും. ശരീരത്തെ ശ്രദ്ധിക്കാതെ പോയതിന്റെ പരാജയം നമുക്കിവിടെ കാണാനൊക്കും. പക്ഷേ ആത്മാവിനെ ശ്രദ്ധിക്കാതെ പോയതിന്റെ പരാജയം ഇവിടെ കാണാനൊക്കില്ല, അക്കരെ കഴിയും. അതുകൊണ്ട് എന്റെ ശ്രോതാക്കൾ ഈ രണ്ട് കാര്യവും ശ്രദ്ധിക്കണം. ശരീരവും ശ്രദ്ധിക്കണം, ആത്മാവിനെയും ശ്രദ്ധിക്കണം. ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഞാൻ അതിനെ ഒരല്പം ചുരുക്കി പറയട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ശരീരം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന് കൂടി ഞാൻ പറയട്ടെ. കാരണം മൊത്തം ലോകം കൈക്കലാക്കിയെന്നിരിക്കട്ടെ, അത് അനുഭവിക്കാനുള്ള ശരീരമില്ലെങ്കിൽ പിന്നെ എന്താ ഗുണം? ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ചാലും അതിന് 70, 80, 100 അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ നമുക്ക് അനുഭവിക്കാൻ നോക്കൂ. അത് കഴിയുമ്പോൾ വീടും വിട്ട് മടങ്ങണം. അപ്പോഴാണ് ബൈബിൾ വാക്യത്തിന്റെ പ്രസക്തി വരുന്നത്. സർവ്വലോകവും അവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഒരു കാര്യം അറിയണം, നാം ഈ ഭൂമിയിൽ നിൽക്കുന്നത് 70 ഏറെയായാൽ 80, അല്ലെങ്കിൽ 100, 120 അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ വിട്ട് നമ്മൾ പോയാൽ ചെല്ലേണ്ടത് ഒരു നിത്യതയുണ്ട്. അവിടെ ദൈവത്തോടൊത്ത് നമ്മുടെ ജീവിതമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകണമെങ്കിൽ നമ്മൾ വളരെ കരുതലോടെ ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ആദ്യം ദൈവ മക്കളായി മാറാൻ ഒറ്റ പദ്ധതിയേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി ദൈവ മക്കൾ എന്ന പദവി നഷ്ടപ്പെട്ടു പോയി നമുക്ക് തിരിച്ചു മക്കളാകാൻ ദൈവം നൽകിയിരിക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ആ പുത്രത്വം നമ്മൾ പ്രാപിച്ചിട്ട് ആ പുത്രത്വം മെയിൻറ്റെയിൻ ചെയ്ത് മരണം വരെ നമ്മൾ പോയാൽ നമുക്ക് ആ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാം, നിത്യ സന്തോഷത്തിലേക്ക് പോകാം, നിത്യാനന്ദത്തിലേക്ക് പോകാം. ശരീരം സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ നമ്മൾ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഇറങ്ങേണ്ടി വരും എന്നതുപോലെ ഗൗരവമുള്ളതാണ്. അതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ് ആത്മാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന പരാജയവും. പരാജയപ്പെടാതെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ, പരാജയപ്പെട്ടവരെ ഓർത്തുകൊള്ളാൻ ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഓർമ്മയാണ് ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളി. ശരീരം സൂക്ഷിക്കാതെ പോകുന്നവർക്ക് ഓർക്കാനുള്ള 2 ഉദാഹരണങ്ങളാണ് സലീമും ശ്രീനിവാസൻ.